ഐതിഹാസികമായ മിഗ് 21ന്റെ വിടവാങ്ങൽ ചടങ്ങ് ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വ്യോമസേനയിൽ നിന്ന് വിരമിച്ച മുൻ ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ കോഴിക്കോട് സ്വദേശിയായ ഹരിദാസ് ഉണ്ട്. ഹരിദാസ് സാറ് ഒരു എഴുത്തുകാരൻ കൂടിയാണ്, കാരണം ഡിഫൻസുമായി ബന്ധപ്പെട്ട നിരവധി ആർട്ടിക്കിളൊക്കെ എഴുതുന്ന വ്യക്തി കൂടിയാണ്. ഞാൻ 1983 മുതൽ 2003 വരെയാണ് സെർവ് ചെയ്തത്. 20 ഇയേഴ്സാണ്. കൂടുതലും ഈ വെസ്റ്റേൺ സെക്ടറിലായിരുന്നു, വെസ്റ്റേൺ ഫ്രണ്ടിയറിലായിരുന്നു. ഇവിടെയുള്ള എയർഫീൽഡുകളിലെല്ലാം തന്നെ മിഗ് 21 ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷണൽ റെഡിനെസ് പ്ലാറ്റ്ഫോം ORP, കാരണം നമുക്കറിയാം ഇതൊരു ഗുഡ് ഡോഗ് ഫൈറ്ററാണ്. ഡോഗ് ചേസിങ്ങിൽ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ് മിഗ് 21. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ORPകളിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് മിഗ് 21. അതിൻ്റെ ആ നോസ് കോൺ അത് ഈസിലി ഐഡൻറ്റിഫൈ ആണ്, നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. കാരണം വേറൊരു എയർക്രാഫ്റ്റ് അങ്ങനെ ഒരു നോസ് കോൺ ഇല്ല. അപ്പോൾ എയറിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും ഈസിലി നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റാണ് മിഗ് 21. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഈ മിഗ് 21ൻ്റെ റോർ, ആ ടേക്ക് ഓഫിങ്ങും ലാൻഡിങ്ങും എപ്പോൾ നമ്മുടെ ഒരു ഭാഗം തന്നെയായിരുന്നു മിഗ് 21. എൻ്റെ ആ 80s-ലും 90s-ലും എല്ലാം തന്നെ. 90s കാർഗിൽ വാറിൻ്റെ ഒക്കെ യുദ്ധത്തിലെ വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച വിമാനമാണ്, ഫൈറ്റർ ജെറ്റാണ് മിഗ് 21. ആൻഡ് എനിക്ക് തോന്നുന്നു ഡാക്ക ഓപ്പറേഷനിലും ഞങ്ങൾ വരുന്നതിന് മുമ്പെയാണ് സർവീസിൽ, പക്ഷേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഡാക്ക ഓപ്പറേഷനിലും മിഗ് 21 വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ലേറ്റ്ലി സ്വാൻ സോങ് അവസാനത്തെ ഇതെന്നുള്ളത് നമുക്ക് 2019 നമ്മളെല്ലാം മുമ്പിൽ വെച്ച് തന്നെ അഭിനന്ദൻ, വിംഗ് കമാൻഡർ അഭിനന്ദൻ എങ്ങനെയാണ് F-16 അടിച്ചു വിട്ടതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മിഗ് 21ൻ്റെ നല്ല ഓർമ്മകൾ. ഈ F-16 പോലുള്ള അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളെക്കാൾ ഒരു സുപ്പീരിയോറിറ്റി ഈ റഷ്യൻ വിമാനത്തിനുണ്ട്. ഈ സുപ്പീരിയോറിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് രണ്ട് ജനറേഷനാണ്. നമുക്കറിയാം 62-ൽ 63-ലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പഴയ വിമാനമാണ്, പക്ഷേ അത് അത്രയും റിലയബിൾ ആണ്. നല്ലൊരു പാർട്ട്ണറാണ് ഫൈറ്റർ പൈലറ്റ്സിനെല്ലാം. നല്ലൊരു ഗുഡ് പാർട്ട്ണറായിട്ട് ആണ് അത് ഉപയോഗിച്ചത്. അപ്പം നമുക്ക് അതിനേക്കാൾ നല്ല വിമാനം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു F-16 മിഗ് 21 അടിച്ചിടുന്നത് ഒരു ചരിത്രത്തെ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഈ ചടങ്ങിന് വരുമ്പോൾ എങ്ങനെയാണ് ഈ മിഗിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഇല്ല, ഒന്നുമില്ല. ഞാൻ സർവീസിലുള്ളപ്പം അങ്ങനെ ബാംഗ്ലൂരായിരുന്നു. അവിടെ ഈ ഫീൽഡ് അല്ലായിരുന്നു, ടെക്നിക്കൽ ഫീൽഡായിരുന്നു. അൽവാര ഉണ്ടായിരുന്നു. അൽവാര മിഗ് 23 ആയിരുന്നു ഉള്ളത്, 21 ഇല്ലായിരുന്നു. ഷി വാസ് വിത്ത് മീ ഇൻ അൽവാര. ഓക്കെ. പിന്നെ തേജസ് ആണ്. അത് തേജസ് നമുക്ക് അറിയാം, അതൊരു എന്താ പറയുക, ഒരു ജനറേഷൻ 4+. തേജസ് MK 2 എടുക്കുകയാണെങ്കിൽ 4+ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ORPകളിലും ഒക്കെ പ്രത്യേകിച്ച് ഡിഫൻസീവ് ലെവലിലുള്ള ഒരു നല്ലൊരു, എനിക്ക് തോന്നുന്നു ഒരു റീപ്ലേസ്മെൻ്റ് ആയിരിക്കും തേജസ്. കഴിയുന്നതും എത്രയും വേഗം നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. നമ്മുടെ സ്ക്വാഡ്രൻസ് എല്ലാം ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 42 സ്ക്വാഡ്രനാണ് നമുക്ക് ആക്ച്വലി നമുക്ക് അംഗീകരിച്ചിട്ടുള്ളത്. അതും ഇപ്പം 2 കൂടി ഇന്ന് ഇവിടെ തീരുവാണ്. അപ്പോൾ കഴിയുന്നതും വേഗം നമുക്കത് 42 അല്ല, ഇപ്പം നമ്മൾ ആക്ച്വലി 50+ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 50+ സ്ക്വാഡ്രനിലേക്ക് അത് ഉയർത്തി കൊണ്ടുവരണം. പ്രത്യേകിച്ച് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂരിൽ അറിയാം എയർഫോഴ്സിൻ്റെ എങ്ങനെയാണ് എയർഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ വന്നിരിക്കുന്നതെന്ന്. കാരണം എയർഫോഴ്സ് ആണെന്ന് ലീഡ് ചെയ്തത് നമുക്കെല്ലാം അറിയുന്ന മീഡിയയിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. എയർഫോഴ്സ് വളരെ ക്വിക്ക്ലി വിതിൻ 2 or 3 days നമുക്ക് ആ റിസൾട്ട് ഉണ്ടാക്കി തന്നു. വളരെ ഇതുവരെ ഞാൻ നേരത്തെ വേറൊരു ചാനലിൽ സൂചിപ്പിച്ച മാതിരി ഒരു ജൂനിയർ പാർട്ട്ണറായിരുന്നു എയർഫോഴ്സ്. പക്ഷേ ഈ പ്രാവശ്യം എയർഫോഴ്സ് ടുക്ക് ദ ലീഡ്. ഓക്കെ, അത് എല്ലാവരും അക്നോളജ് ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് നിങ്ങളിവിടെ കാണുന്ന അറിയാം. എല്ലാവരും വളരെ വൈബ്രൻ്റ് ആണ്. റൈറ്ററും കൂടെ ആയതുകൊണ്ട് ചോദിക്കാൻ ഒരു ടെക്നിക്കാലിറ്റി, ഈ വാട്ടർ സല്യൂട്ട് എന്ന് പറയുന്ന അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താ? വാട്ടർ സല്യൂട്ട് സാധാരണ ഒരു പുതിയ വിമാനം അല്ലെങ്കിൽ പുതിയ ഇതേമാതിരിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒരു വെൽക്കം ചെയ്യാൻ വാട്ടർ സല്യൂട്ട് ഉപയോഗിക്കും. അതിനെ തന്നെ വെൻ വി സെൻഡ് ഓഫ് എൻ എയർക്രാഫ്റ്റ്, ഇറ്റ്സ് എന്താ പറയുക, ഒരു ജസ്റ്ററാണ് ആ വാട്ടർ സല്യൂട്ട്. അപ്പം പുതുതായിട്ട് വരുന്നപ്പോൾ നമ്മൾ ഗുഡ് ബൈ ചെല്ലുമ്പം അതിനു വേണ്ടി വാട്ടർ സല്യൂട്ട് ചെയ്യുകയാണ്.